സർ, തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇന്ത്യൻ സിംഹാസനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരിപ്പുറപ്പിച്ചിട്ട് 12ാം വർഷത്തിലേക്ക് കടക്കുന്നു. സംഘടനാ തലത്തിലും ദേശീയ തലത്തിലുമൊക്കെ ബി.ജെ.പി അതിശക്തമായ കഴിഞ്ഞ കുറെ വർഷങ്ങളാണ് നമ്മൾ കണ്ടത്. എന്തൊക്കെയാണ് ബി.ജെ.പിയുടെ ഈ കഴിഞ്ഞ വർഷങ്ങളിലുള്ള എണ്ണിപ്പറയാവുന്ന നേട്ടങ്ങൾ? ഒപ്പം ഇന്ത്യക്ക് ഏറ്റവും ആവശ്യമായിരുന്നത് നരേന്ദ്രമോദിയെ പോലെ ഒരു ഭരണാധികാരിയെ തന്നെ ആയിരുന്നില്ലേ? നരേന്ദ്രമോദിയുടെ ഭരണം 12ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഈ കഴിഞ്ഞ 9-ാം തീയതിയാണ്, ഇന്നാണ് 2024 ജൂൺ 9-നാണ് മോഡിയുടെ 3ാം സർക്കാർ അധികാരമേറ്റത്. ഒരു വർഷം പൂർത്തിയായിരിക്കുന്നു. ഇതൊരു ചരിത്ര മുഹൂർത്തം തന്നെയാണ്. ഇന്ത്യക്ക് മാത്രമല്ല, ഇന്ന് ലോകം മുഴുവൻ നരേന്ദ്രമോദിയെ ഉറ്റുനോക്കുന്ന ഒരു ചിത്രം നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ മോഡി ഗവൺമെന്റിന്റെ 11 വർഷത്തെ പ്രധാനപ്പെട്ട നേട്ടങ്ങളൊന്ന് വിശകലനം ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനൊപ്പം ആരാണ് നരേന്ദ്രമോദി? നരേന്ദ്രമോദിയെ ഒന്ന് മനസ്സിലാക്കാനും ഈ വേളയിൽ നമ്മളൊക്കെ ശ്രമിക്കുന്നത് നല്ലതല്ലേ? അതിനുള്ള ഒരു ശ്രമം കൂടി ഞാൻ നടത്തുക. ഗുജറാത്തിലെ ഒരു സാധാരണ ഗ്രാമീണൻ, ഒരു OBC വിഭാഗത്തിൽപ്പെട്ട ആള്, പാവപ്പെട്ട കുടുംബം, വീട്ടില് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഴിയാത്ത വിധമുള്ള സാമ്പത്തിക ശേഷിയുള്ള കുടുംബം. മോഡി തന്നെ പറയുന്നുണ്ട്, അദ്ദേഹം ചെറുപ്പത്തിലെ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ ചായ വിറ്റിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്ന ഒരു വലിയ ടേണിംഗ് പോയിന്റ് RSSുമായിട്ടുള്ള അടുപ്പമാണ്. RSSന്റെ പ്രവർത്തകനായി, സ്വയംസേവക്കായി. അതിനുശേഷം അദ്ദേഹം RSSന്റെ പ്രചാരകനായി, മുഴുവൻ സമയ പ്രവർത്തകനായി. സംഘത്തിന്റെ പ്രചാരകൻ എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിന് സ്വയം സമർപ്പിക്കപ്പെടുന്ന വ്യക്തിത്വം എന്ന നിലയ്ക്കാണ്. അപ്പൊ എല്ലാം വിട്ടിട്ട്, വീട് വിട്ട് അദ്ദേഹം സംഘപ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഗുജറാത്ത് മുഴുവൻ യാത്ര ചെയ്തിട്ടുണ്ട്. അതിനിടയ്ക്ക് വിദ്യാഭ്യാസം നേടാനുള്ള ശ്രമവും നടത്തി. സംഘപ്രചാരകൻ എന്ന നിലയിലാണ് അദ്ദേഹം BJPയിൽ എത്തുന്നത്. BJPയുടെ ഗുജറാത്തിലെ സംഘടനാ സെക്രട്ടറി, ജനറൽ സെക്രട്ടറി ഇൻചാർജ് ഓഫ് ഓർഗനൈസേഷനായിട്ട് നിയമിക്കപ്പെട്ടു. ഗുജറാത്തിൽ BJP അധികാരത്തിൽ വരുന്ന ഘട്ടത്തില് നമ്മൾ ആ ചരിത്രം പരിശോധിച്ചാൽ അതിൽ മോഡിക്കുള്ള റോള് അത്ര ചെറുതൊന്നുമല്ല. പിന്നീട് ഹിമാചൽ, പഞ്ചാബ്, അതുപോലെ ഹരിയാന, ഈ 3 സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള സംഘടനാ കാര്യദർശിയായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. അതിനുശേഷമാണ് BJPയുടെ ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി ഇൻചാർജ് ഓഫ് ഓർഗനൈസേഷനായിട്ട് നിയമിക്കപ്പെടുന്നത്. പിന്നീട് ഗുജറാത്ത് മുഖ്യമന്ത്രി. പലപ്പോഴും അദ്ദേഹത്തെ അടുത്തു നിന്ന് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ ജന്മഭൂമിയുടെ പത്രാധിപരായിരിക്കുന്ന സമയത്ത് അവിടെ അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്. ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, അദ്ദേഹത്തെ വളരെ ഭീകരനാണ്, കടുത്ത നിലപാടുകാരനാണ് എന്നൊക്കെ ആക്ഷേപിക്കുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷെ നിലപാടുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്, അതിലൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു, അതിലൊരു ദൃഢതയുണ്ടായിരുന്നു. പലപ്പോഴും മോഡിജി ഒരു സൗമ്യ ഹൃദയനായിരുന്നു. പെട്ടെന്ന് വേദനിക്കുന്ന മനസ്സ് അദ്ദേഹത്തിൽ കണ്ടിട്ടുണ്ട്. പ്രയാസവുമായിട്ട് ആരെങ്കിലും ചെന്നാൽ ആ മനസ്സിനൊപ്പം അദ്ദേഹം ചേരുന്നത് കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതം, ഞാൻ 2003 എനിക്ക് തോന്നുന്നത് ഗുജറാത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യാനുള്ളൊരു ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അന്ന് ഗുജറാത്തിലെ RSS കാര്യാലയത്തിൽ ഒരു പരിപാടിക്ക് വരുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ. അപ്പൊ അദ്ദേഹം ഇന്റർവ്യൂവിന് സംബന്ധിച്ചപ്പോ പറഞ്ഞു, വരൂ എന്റെ കൂടെ, എനിക്ക് ഇവിടെ ഒരു മുറി ഉണ്ടായിരുന്നു പണ്ട്. ഗുജറാത്തില് RSS പ്രചാരകനായിരിക്കുമ്പോൾ, BJPയുടെ സംഘടനാ കാര്യദർശിയായിരിക്കുമ്പോൾ അദ്ദേഹം താമസിച്ചിരുന്ന മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ നിലത്ത് വിരിച്ചിരിക്കുന്ന ഒരു കിടക്കയിൽ ഇരുന്നിട്ടായിരുന്നു അന്നത്തെ ഇന്റർവ്യൂ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു.
അത്തരം സൗമ്യമായ നിലപാടും ലാളിത്യമായ ലളിതമായ ജീവിതവും BJP ഓഫീസിൽ ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് ഡൽഹിയിൽ. അശോക റോഡിലെ BJPയുടെ അന്നത്തെ ആസ്ഥാനത്തിന്റെ പിന്നിൽ ഒരു സെർവൻസ് ക്വാർട്ടേഴ്സ് ഉണ്ട്, ലോണിന് സൈഡിലായിട്ട് 2 മുറികളാ. അതിലൊരു മുറിയാണ് മോഡിജി അന്ന് ഉപയോഗിച്ചിരുന്നത്. അവിടെ ചെല്ലുമ്പോ അദ്ദേഹത്തിന്റെ മുറിയിൽ സാധാരണ ഡൽഹിയിൽ കാണുന്ന ഒരു നാടൻ കട്ടിലുണ്ട്, ഒരു മേശയും ഒരു ചെറിയ കസേരയും ഒരു ഫാനും. കടുത്ത വേനൽ സമയത്ത് പുറത്ത് BJP ഓഫീസിന് പുറത്തുള്ള ലോണില് ഈ കട്ടിൽ കൊണ്ടുപോയിട്ട് ഫാനും കൊണ്ടുവച്ചിട്ട് കിടക്കുന്നതും കണ്ടിട്ടുണ്ട്. ഭക്ഷണമൊക്കെ ആ കാലഘട്ടത്തിൽ ഓഫീസ് ജീവനക്കാർക്കൊപ്പമാണ്. അങ്ങനെ ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു വ്യക്തി. ആ ഒരു മാനസികാവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നത്, വിലയിരുത്തുന്നത് ഇന്ത്യയുടെ ഫ്യൂച്ചർ നിശ്ചയിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ്. നരേന്ദ്രമോദിയുടെ 11 വർഷത്തെ പ്രധാനപ്പെട്ട നേട്ടങ്ങളിലേക്ക് കണ്ണോടിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവാം. പ്രതിരോധ രംഗത്ത് നമ്മളിപ്പോ ഏറ്റവും ഒടുവിൽ നേടിയ ഓപ്പറേഷൻ സിന്ദൂർ അടക്കം ലോകത്തെ വലിയ വൻ ശക്തികൾ എന്ന് പറയുന്ന രാജ്യങ്ങള് ഇന്ത്യക്ക് മുമ്പിൽ, ഇന്ത്യയുടെ സൈനിക ശക്തിക്ക് മുമ്പിൽ ഇന്ന് ഭയന്ന് നിൽക്കുന്നതും മോഡിയുടെ നേട്ടമാണ്, മോഡി സ്വീകരിച്ച നിലപാടുകളുടെ നേട്ടം തന്നെയാണ്. പക്ഷെ അതിലേക്ക് ഞാൻ കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കാം. അദ്ദേഹം സാധാരണക്കാർക്ക് വേണ്ടി എന്ത് ചെയ്തു? പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ കീഴിൽ 4 കോടി വീടുകൾ പണിതിട്ടുണ്ട്. അത് മുഴുവൻ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ്. ഇന്ന് വീടില്ലാത്ത, കിടന്നുറങ്ങാൻ ഇടമില്ലാത്തവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. പാവപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് 10 കോടി പാചകവാത കണക്ഷനുകൾ സൗജന്യമായിട്ട് നൽകിയത്. അത് നമ്മുടെ വീടുകളിൽ വിറക് ഊതി കഷ്ടപ്പെടുന്ന നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും വേണ്ടിയിട്ടാണ്, പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ്. 3 കോടി വീടുകൾ വൈദ്യുതീകരിച്ചു ദീനദയാൽ നാമധേയത്തിലുള്ള പദ്ധതിയുടെ കീഴില്. സ്വന്തമായിട്ട് വീട്ടിൽ വൈദ്യുതി ഇല്ലാത്തവൻ പാവപ്പെട്ടവനല്ലേ? അവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് വെളിച്ചം പകരാൻ വേണ്ടിയിട്ട്, അവരുടെ ഹൃദയത്തിലേക്കാണ് ആ പദ്ധതിയിലൂടെ വെളിച്ചം പടർന്നത്. ഏതാണ്ട് 3 കോടി വീടുകളിൽ. നമുക്ക് കേരളത്തില് ചിന്തിക്കുമ്പോ അസാധാരണമെന്ന് തോന്നാം. പക്ഷെ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ വീടുകളിൽ പല ഭാഗത്തും പലർക്കും ടോയ്ലറ്റുകൾ ഉണ്ടായിരുന്നില്ല. നമ്മുടെ സഹോദരിമാർക്ക് ദൈനംദിന കാര്യങ്ങൾ നിർവഹിക്കാൻ വെളിമ്പറമ്പില് പോയി ഇരിക്കേണ്ട ഒരു ദുരവസ്ഥയുണ്ടായിരുന്നു. അവരുടെ അഭിമാനം കാക്കാൻ വേണ്ടി 12 കോടി ടോയ്ലറ്റുകളാണ് നിർമ്മിച്ചു കൊടുത്തത്. അതുമാത്രം 50 കോടി പേർക്ക് ഇന്നിപ്പോ ആയുഷ്മാൻ ഭാരത് ഉൾപ്പെടെയുള്ള ആരോഗ്യ പദ്ധതികളിലൂടെ സഹായം നൽകുന്നു. എത്ര കോടി കർഷകർക്കാണ് PM കിസാൻ മുഖേന അദ്ദേഹം എല്ലാ വർഷവും 6000 രൂപ ഒരു വിഷ്കൈ നീട്ടം പോലെ നൽകുന്നത്. ഇതൊക്കെ സാധാരണക്കാർക്ക് വേണ്ടിയാണ്. അതിനൊക്കെ ഉപരി ഏതാണ്ട് 80 കോടി ജനങ്ങൾക്ക് 5 കിലോഗ്രാം വീതം ഭക്ഷ്യധാന്യം കൊടുക്കുന്നു. ഒരു വീട്ടിലും ഭക്ഷ്യധാന്യം ഇല്ലാത്തത് കൊണ്ട് ആഹാരം വയ്ക്കാനില്ല എന്നുള്ള ആക്ഷേപം ഉണ്ടാകരുത് ഇന്ത്യയിൽ. തന്റെ ഭരണകാലത്ത് അങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞത് ആ പട്ടിണി കണ്ടു വളർന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് തന്നെയല്ലേ? അത് മോഡിയുടെ സംഭാവനയാണ്, ശ്രദ്ധിക്കണം. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് വിശിഷ്ടമായ നേട്ടങ്ങൾ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ രാജ്യത്തുണ്ടായിട്ടുണ്ട്. അതിൽ അയോധ്യയിലെ രാമക്ഷേത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ഞാൻ പറയും. ഇപ്പൊ കഴിഞ്ഞ ദിവസം അവിടുത്തെ ഉപദേവ പ്രതിഷ്ഠകൾ പോലും കഴിഞ്ഞു. രാമന്റെ ദർബാർ പൂർത്തിയാക്കി. അങ്ങനെ ആ ക്ഷേത്രത്തിന്റെ നിർമ്മിതി ഏതാണ്ട് 11 വർഷം പൂർത്തിയാകുന്ന സമയത്ത് ഏതാണ്ടൊക്കെ മുഴുവനായിരിക്കുന്നു. അത് മോഡിയുടെ നേട്ടമല്ലെങ്കിൽ പിന്നെ മറ്റെന്താ? ആർട്ടിക്കിൾ 370 കാശ്മീരിന് പ്രത്യേക പദവി കൊടുത്ത് 47 മുതൽ നമ്മൾ അനുഭവിക്കുന്നതാണ്. കാശ്മീരിൽ ഇപ്പൊ അടുത്തൊരു പഹൽഗാം ഉണ്ടായി എന്ന
ദുഃഖകരമായ സംഭവമുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ കാശ്മീരിന്റെ മുഖച്ഛായ മാറ്റാൻ മോഡിക്ക് കഴിഞ്ഞില്ലേ? ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞിട്ട്. അവിടെ കഴിഞ്ഞ വർഷം വന്നത് 2 കോടിയിലേറെ വിനോദസഞ്ചാരികളാണെന്ന് പറഞ്ഞാൽ പോരെ കാശ്മീർ എത്രത്തോളം വികസിക്കുന്നു എന്നത് മനസ്സിലാക്കാൻ? വേറൊന്ന് CAA നിയമമാണ്. ബംഗ്ലാദേശിലെ പുതിയ സംഭവവികാസങ്ങൾ അതിനെ സാധൂകരിക്കുന്നതല്ലേ? ഇന്ത്യയിൽക്കാരനായ മറ്റുള്ള രാജ്യത്ത് പെട്ടുപോയ ഹിന്ദുക്കൾക്ക് തിരിച്ചു വരാൻ, മുസ്ലിങ്ങളല്ലാത്ത മതന്യൂനപക്ഷങ്ങൾക്ക് തിരിച്ചു വരാനുള്ള വഴിയൊരുക്കിയില്ലേ CAA നിയമം? അതിനുള്ള ധൈര്യം കാണിച്ചത് മോഡിയല്ലേ? മാത്രമല്ല, യൂണിഫോം സിവിൽ കോഡ് കേന്ദ്ര തലത്തിൽ അത് കൊണ്ടുവരുന്നില്ലെങ്കിലും BJP ഭരിക്കുന്ന അനവധി സംസ്ഥാനങ്ങൾ യൂണിഫോം സിവിൽ കോഡ്, ഏകീകൃത സിവിൽ നിയമം കൊണ്ടുവരുന്നില്ലേ? ഇപ്പോ പല സ്റ്റേറ്റുകളിലും കൊണ്ടുവന്നു കഴിഞ്ഞു. പലതും അതിന്റെ പ്രക്രിയയുടെ ഭാഗമാണ്. അതിനേക്കാളൊക്കെ ഉപരി കള്ളപ്പണത്തിനെതിരായ മോഡിയുടെ പോരാട്ടമാണ് നോട്ട് റദ്ദാക്കിയത് ഉൾപ്പെടെ. GST, ഒരു ഇന്ത്യ ഒരു നികുതി, അത് മോഡിയുടെ ഒരു ദേശീയ എന്താ പറയാ, ദേശത്തെ ഒന്നിച്ച് കാണുന്ന ഒരു ചിന്തയുടെ പ്രതിഫലനമാണ് അവിടെ കാണുന്നത്. ഡിജിറ്റൽ ഇന്ത്യ, ഞാനത് പണ്ട് വിവരിച്ചിട്ടുണ്ട് പലപ്പോഴും ഒരു വീഡിയോയില്, പറയേണ്ട കാര്യമില്ല. ഇന്ത്യ ഇന്നൊരു ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തി ആയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ 3ാമത്തെ സാമ്പത്തിക ശക്തി ആവാൻ തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയിൽ വന്നിട്ടുള്ള ഡിജിറ്റലൈസേഷൻ ആണ്. എക്കണോമിയിൽ വന്നിട്ടുള്ള സമൂലമായ മാറ്റമാണ്. പ്രതിരോധ രംഗത്ത് വന്ന മാറ്റങ്ങൾ ഞാൻ പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടാക്കിയെടുത്ത നേട്ടങ്ങൾ. അത് മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും ശക്തമായ പ്രതിരോധ സേനയായിട്ട് ഇന്ത്യ മാറി. ഇന്ത്യയുടേത് ഈ ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമായിട്ട് മാറി. ഇവിടെ അതിനുള്ള റിസർച്ച് നടത്തുന്നു. ലോകോത്തരമായ ആയുധങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നു. DRDOന്റെ മറ്റും സംഭാവന മറന്നുകൂടാ. അതിനൊപ്പമാണ് OROP കാണുക. ഒരു എന്താ പറയാ, സൈനികർക്ക് 1 റാങ്ക് 1 പെൻഷൻ എത്രയോ കാലമായിട്ട് നമ്മുടെ സൈനികർ ആവശ്യപ്പെട്ടു വന്നു. അത് നടപ്പിലാക്കാൻ മോഡി വേണ്ടി വന്നു. പിന്നീട് വന്ന മറ്റൊരു വലിയ പരിഷ്കാരമാണ് നീതി ആയോഗ് ഉണ്ടായത്. പ്ലാനിംഗ് കമ്മീഷനെ എടുത്തു കളഞ്ഞുകൊണ്ട് എല്ലാ മുഖ്യമന്ത്രിമാർക്കും നേരിട്ട് റോളുള്ള ഒരു വികസന പദ്ധതിക്കുള്ള രൂപരേഖ തയ്യാറാക്കാനുള്ള സംവിധാനം മോഡി ഉണ്ടാക്കി. അങ്ങനെ ഒരു രാജ്യത്ത് ഒരു സമൂലമായ പരിഷ്കാരം കൊണ്ടുവരാൻ, പഴയ കാലത്ത് ഒരു സ്റ്റാറ്റസ് കോ അഡ്മിനിസ്ട്രേഷനാണ് നല്ലതെന്ന് വിചാരിച്ചിരുന്ന പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു. അങ്ങനെയല്ല, പരിഷ്കാരങ്ങളിലൂടെ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ, എല്ലാ മേഖലയിലും പരിഷ്കാരം വേണം എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അദ്ദേഹം 12ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്നത് നെഹ്റുവാണ്. 16 വർഷം 286 ദിവസം. 2ാം സ്ഥാനത്തുള്ളത് 11.4 വർഷം, 11 വർഷവും 4 മാസവും പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ്. ഇപ്പൊ ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡ് ഇപ്പോൾ ഉടനെ മോഡി ഭേദിക്കാൻ പോവുകയാണ്. നെഹ്റുവിന്റെ റെക്കോർഡിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം അത് നെഹ്റു അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചു വന്നൊന്നും ആളൊന്നുമല്ല. 47 സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് എല്ലാവരും കൂടി ചേർന്ന് കൈ പിടിച്ച് കൊണ്ട് ഇരുത്തിയതാണ് ആ മനുഷ്യൻ. അന്ന് രാജ്യത്ത് വലിയ ശക്തമായ പ്രതിപക്ഷ കക്ഷികളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യവുമല്ല. അതുകൊണ്ട് നെഹ്റുവിനെ കണക്കിലെടുക്കേണ്ടതില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അതിനേക്കാളൊക്കെ ഉയർന്നു നിൽക്കുന്ന രാജ്യത്തെ എന്താ പറയാ, രാജ്യത്തെ ഒരു ലോകത്തിന് മുന്നിൽ ഭാരതത്തെ എത്തിച്ച ഒരു ഭരണാധികാരി. പണ്ട് സ്വാമി വിവേകാനന്ദനെയും ശങ്കരാചാര്യ സ്വാമികളെ കുറിച്ചൊക്കെ നമ്മൾ പറയാറില്ലേ. ലോകത്തിന് അഭിമാനമായിട്ട് ഉയർന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. അവരുടെ കൂട്ടത്തിലേക്ക് നരേന്ദ്രമോദി മാറിയിരിക്കുന്നു എന്നതാണ് നമ്മൾ കാണേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.